നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് വേൾഡ് സീരീസിലെ ആദ്യത്തെ ട്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഹുവാഹിൻ എന്ന തായ്ലൻഡിലെ മനോഹരമായ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനിലാണ്. ഇന്നലെ വൈകിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇന്നലെ വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഈ പൂളിൽ അങ്ങ് കിടന്നു, കുറേ നേരം കിടന്നു. അതിനുശേഷം ഒന്ന് സിറ്റിയിൽ പോയി, ഹുവാഹിൻ സിറ്റിയിൽ പോയി. അവിടെ നൈറ്റ് മാർക്കറ്റ് കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിലും മഴ പെയ്തുകൊണ്ട് അത് നടന്നില്ല. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് തായ്ലൻഡിലെ മറ്റൊരു ഗംഭീരമായ ഡെസ്റ്റിനേഷനായ കാഞ്ചനപുരിയിലേക്കാണ്. കാഞ്ചനപുരി എന്നുള്ളത് കാടും മലകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മളൊരിക്കലും വീഡിയോ ആയിരുന്നു. അവിടെ ഒരു ജംഗിൾ റിസോർട്ട് നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തായ മലയാളി വിജോയെ പറ്റി. ആ പ്രദേശമാണ് കാഞ്ചനപുരി. ഡെത്ത് റെയിൽവേ എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ലൈനുള്ള സ്ഥലമാണിത്. എന്താ പറയുക, നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു വാർ സെമിറ്ററി ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കാഞ്ചനപുരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റിവർ, ഭയങ്കര കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിക്കരയിലെ ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം യാത്രയുണ്ട് കാഞ്ചനപുരിയിലേക്ക്. നമ്മൾ ആദ്യം കാണുന്ന വാർ സെമിറ്ററിയാണ്. അതിനുശേഷം 1 മണിക്കൂർ കൂടിയാൽ റിസോർട്ടിലെത്തും. ആ റിസോർട്ടിലേക്കുള്ള വഴിയും റിസോർട്ടും ഒക്കെ അതിമനോഹരമാണ്. നമ്മളിപ്പോൾ 20 പേരുള്ള ടീമാണ്. 6 വാഹനങ്ങളിലായിട്ട് 6 ഫോർച്യൂണറുകളായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. 8 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞെങ്കിൽ 8:30 ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഇത് സീസൈഡ് ആണെന്നുള്ളതാണ്. ഈ സ്വിമ്മിംഗ് പൂളും കടലും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഒരു ബീച്ച്, ഒരു പഞ്ചാര മണൽ ബീച്ച് ഇവിടെ ഇല്ല. കാരണം വളരെ ക്ലോസ് ടു കടലാണ്. നല്ല തിരയുള്ള കടലാണ്. ഹായ്. കടലിൽ രാവിലെ ഒരു ഹായൊക്കെ പറഞ്ഞ് സന്തോഷപ്പെടും. അപ്പോൾ നമുക്കിനി ബീച്ചൊന്ന് കാണാം. ബീച്ചല്ല, കടലൊന്ന് കാണാം. ഇവിടുത്തെ ഏറ്റവും രസമുള്ള കാര്യം ഈ ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റ്സാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല കഴിച്ചത്. പക്ഷേ മറ്റൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, അതായത് കാറ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്ന രീതിയിൽ രാത്രിയിൽ 9:30-10 മണിക്കൊക്കെ അതുപോലെ കാറ്റായിരുന്നു. ഇത്രയും കാറ്റ് ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ രാവിലെ 8:30 തന്നെ ഇവിടെ അടിച്ചു കാലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണ് കടൽ. അതുകൊണ്ട് തന്നെ ഇവിടെ കടലിൽ കുളിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ നമ്മുടെ അമ്പലക്കുളത്തിലേക്കൊക്കെ ഇറങ്ങുന്ന പോലെ പടി കെട്ടിയിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ മണലൊന്നുമില്ല. അതിമാരകമായ തിര കണ്ടോ. രാവിലെ കടൽ പ്രക്ഷുബ്ധമാണ് എന്നാണ് പറയേണ്ടത്. അങ്ങേ അറ്റത്ത് നമ്മൾ കാണുന്ന ബിൽഡിങ്സൊക്കെ ഹുവാഹിൻ സിറ്റിയിലെ ബിൽഡിങ്സൊക്കെയാണ്. എന്നാലും ഇവിടെ ഇറങ്ങി കുളിക്കൽ എളുപ്പമുള്ള കാര്യമല്ല. ഹായ്. അതെങ്ങനെയുണ്ട്? മൊത്തത്തിൽ നനച്ചു. കടലമ്മ പ്രക്ഷുബ്ധയാണെന്ന് പറഞ്ഞ കടലമ്മ ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ അടി കൊടുത്തു. ശ്യാമിൻ്റെ ക്യാമറയ്ക്ക് നേരെ തല വഴി കുളിപ്പിക്കുകയും ചെയ്തു. പണ്ടൊരു ഓർമ്മയുണ്ട്, നമ്മൾ ഈ പണ്ട് ആദ്യകാലത്ത് ബീച്ചിൽ പോകുമ്പോൾ എഴുതി വയ്ക്കുമ്പോഴാണല്ലോ കടലമ്മ ഭയങ്കരിയെന്ന്. എന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അതുവരെ വലിയ പെരയൊന്നും ഇല്ലെങ്കിൽ അത് എഴുതി കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് വന്ന് കടലമ്മ അതങ്ങനെ മാറ്റം പോകും. എന്ന് പറഞ്ഞ പോലെ പ്രക്ഷുബ്ധയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും സോറി കേട്ടോ, ഞങ്ങൾ ആവർത്തിക്കില്ല. നമ്മൾ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി വന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യണം പോകാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി വാഹനങ്ങളും നമ്മുടെ കൂടെയുള്ളവരെയൊക്കെയാണ് ഇത് കാണാം. ബൈ ബൈ. ഹുവാഹിനിലേക്ക് വരുമ്പോഴേക്കും റോഡിൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോയിലാണ്. പക്ഷേ ഇവിടെ പണിയൊന്നുമില്ല. നല്ല ഗംഭീര ഹൈവേ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാവരും അർമാദിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 120 ആണ് മാക്സിമം സ്പീഡ് റൈറ്റ് ലൈനിൽ. ലെഫ്റ്റ് ലൈനിൽ 100. കാർ നമ്പർ 4 90 ക്രോസ് ചെയ്ത് പോയി സ്പീഡ് ലിമിറ്റ്. നമ്മൾ 100 ആണെങ്കിൽ 90 മതിയാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ കാഞ്ചനപുരി, നമ്മൾ ഈ പോകുന്ന കാഞ്ചനപുരി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചൊരു സ്ഥലമാണ്. അതായത് സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒരു പ്രദേശമാണ് അവിടെ. അവിടുന്ന് മ്യാൻമാറിലേക്ക് അല്ലെങ്കിൽ ബർമയിലേക്ക് ഒരു റെയിൽവേ ലൈൻ യുദ്ധസാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ച കഥയാണ് അവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്. 1,00,000-ഓളം പേര് അതുമായിട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചു. കാരണം മലമ്പനിയും പിന്നെ കൊടുങ്കാട്ടിലൂടെയുള്ള നിർമ്മാണവും ചെങ്കുത്തായ പാറയെന്ന് പുഴയിൽ വീണ് മരിച്ചതിലാണ് 1,00,000-ലധികം ആൾക്കാർ മരിച്ചു. അതിലിപ്പോൾ ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള യുദ്ധത്തടവുകാരെ
തിരിഞ്ഞ് വേറെ വഴി പോയി. അങ്ങനല്ല, അവർ തിരിഞ്ഞ് നേരായ വഴി പോയി, നമ്മൾ വഴി തെറ്റിപ്പോയി. പക്ഷെ വഴി തെറ്റിയാലും നമുക്ക് വേറൊരു വഴി കൂടെ, മറ്റേ യോദ്ധ സിനിമ പറയുന്ന പോലെ ഷാപ്പിന്റെ സൈഡിലെ വഴി കൂടെ വീട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വേറൊരു വഴി പിടിച്ചു. നമുക്കിന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ടൊരു ഇവിടെ 7-Eleven ഉണ്ട്, നമ്മൾ അവിടെ ഒരു കോഫി കുടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊരു സ്ഥലത്തെ കാപ്പൊടിക്കാൻ നിർത്തിക്കും, ആമസോൺ കഫേയിൽ. അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താം. അതിന് പേര് ഷക്കീർ ഹുസൈൻ എന്നാണ്. ഷക്കീറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒരു കാറിൻ്റെ ഇന്ത്യക്കാരല്ല സോറി മലയാളികൾ ഒരു കാറിൻ്റെ പാർട്സ് പോലും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഷക്കീറിൻ്റെ കമ്പനി വിമാനത്തിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വിശ്വസ് കയറാം വിമാനത്തിൽ? എന്തൊക്കെ പാർട്സ്? എയർക്രാഫ്റ്റിന്റെ പാർട്സുകൾ ഉണ്ടാക്കുന്നത് നാപ്ടെക് എന്ന് പറഞ്ഞ നമ്മൾ കമ്പനി ഉണ്ട് നമുക്ക് ഹൈദരാബാദ് ബേസ് ആയിട്ട്. എന്തൊക്കെയാണ് പാർട്സ് ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ പാർട്സ് അവർ ഓർഡർ ചെയ്യുന്ന പാർട്സുകളൊക്കെ ഉണ്ടാക്കുന്നത്. ശരി. അപ്പോൾ എയർബസിൻ്റെയും ബോയിങ്ങിൻ്റെ ഒക്കെ അല്ലേ? നമ്മളെ മെയിൻ ക്ലയന്റ് എന്ന് പറയുന്നത് HAL ആണ്, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ്. ശരി. പിന്നെ കുറെ ബിസിനസ് ഉണ്ട്. എന്താ ഐസ്ക്രീം ഒരു ജെലാറ്റോ? അത് ഇറ്റാലിയൻ ഐസ്ക്രീം. നിങ്ങൾ സൗദിയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഷക്കീറിന്റെ കൈകളിൽ കൂടി കടന്നു പോകുന്നതായിരിക്കും അല്ലേ? എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട്? 15 ഔട്ട്ലെറ്റ്. 15 സൗദിയിൽ എവിടേക്കാ? സൗദിയിൽ ജദ്ദ ബേസ്ഡ് ആണ് എല്ലാം. മക്ക മദീന ഇപ്പോൾ ഒരെണ്ണം പണി നടക്കുന്നുണ്ട്. പിന്നെ IB ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. നാട്ടിലുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഉള്ള പറഞ്ഞു? ഞാൻ ഓരോന്നും ചോദിക്കണ്ടോ അല്ലേ? ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞാലേ നമുക്ക് 3 ഫാക്ടറി ഉണ്ട്. പൈപ്പിന്റെ മാനുഫാക്ചറിങ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന ജെലാറ്റോ ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് സൗദി ബേസായിട്ട്. പിന്നെ ഒരു അറേബ്യൻ ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പനിയാണ്. ശരി. അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉള്ള ആളാണ്. എന്തായാലും വിമാനങ്ങളുടെ പാർട്സ് ഉണ്ടാക്കുന്ന മലയാളി എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വിമാനത്തിൽ കയറുമ്പോൾ എല്ലാവരും സ്മരിച്ചേക്കണം. ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കാം. അതായത് നമുക്കിവിടെ കാപ്പി എടുക്കുന്ന സമയമുണ്ട്. പേരും പറഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. സജിത് കുമാർ. ഞങ്ങൾ ഹോട്ടലും റിയൽ എസ്റ്റേറ്റും ആണ്. ഹോട്ടൽ എവിടെയാ? മാവേലിക്കര. ഏതാ ഹോട്ടലിന് പേര്? ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ. ബാറുണ്ടോ? ബാറുണ്ട്. അവിടെ ചെന്ന മുതലാളിയുടെ പേര് പറഞ്ഞ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. ഹോട്ടലാണ്. കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റും. ശരി. മാവേലിക്കര ബേസ്ഡാണ്. മാവേലിക്കര ബേസ്ഡാണ്. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ബ്രദർ താമസിക്കുന്നത് നാട്ടിലാണ്. അതെ. അപ്പോൾ ബ്രദറിനെ കണ്ടാലാണോ ഡിസ്കൗണ്ട് വരുന്നത്? അതോ ബ്രദർ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് വരാൻ? അപ്പോൾ ഇനി നമുക്ക് ഓവനിലേക്ക് വരാം. ഇത് തിരുവല്ലയിൽ നിങ്ങൾ സ്വർണ്ണം പണയം വയ്ക്കാൻ പോവുകയാണെങ്കിൽ സെൻറ്റ് മേരീസ് എന്നല്ലേ? സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കമ്പനിയാണ്. അവിടെ നിന്ന് സ്വർണ്ണം പണയം വയ്ക്കാൻ പോകുമ്പോൾ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഈ മുഖം നോക്കി വെച്ചാൽ മതി അല്ലേ? എത്ര കാലമായി തുടങ്ങിയിട്ട് ഇത്? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള 55 വർഷമായി. 55 വർഷമായി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു മുത്തൂറ്റാകാതെ പോയേ? നമ്മൾ വേറെ പപ്പാനോട് ചോദിച്ചാൽ വേറെ ബ്രാഞ്ചൊന്നുമില്ല, ഉള്ളത് മതിയോ? ഉള്ളത് കൊണ്ട് കഴിയാണല്ലേ? എന്തായാലും ഈ പറഞ്ഞാൽ മുത്തൂറ്റൊക്കെ ജനിച്ച സ്ഥലത്തിന് അടുത്താണ് അല്ലേ? അവിടെ ചെറിയ തോതിലാണെങ്കിലും ചെറിയ തോതൊന്നും ആയിരിക്കില്ല. നമ്മളിപ്പോൾ ആളിനെ കണ്ടിട്ടുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അറിയാം. തിരുവല്ലയിലെ മൊത്തം സ്വർണ്ണവും ഇവരുടെ സ്ഥാപനത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പേര് സുബൈർ. ഞാൻ കുവൈറ്റിലാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്നത്. കൊച്ചിയിലും ഓഫീസുണ്ട്. പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ ഐസ്ക്രീമിൻ്റെ കുവൈറ്റിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് 10 നേരത്തെ പറഞ്ഞ ആ ബ്രാൻഡ് പോലെ തന്നെ വേറൊരു ബ്രാൻഡ് ഫ്ലോട്ട് ചെയ്യുന്നു. പേരെന്താ? ജെലാറ്റിക്കോ. ശരി. എല്ലാ ഫ്ലേവറുണ്ട്. 32ഓളം ഫ്ലേവർ ഉണ്ട്. ശരി. എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒന്നും കൊണ്ടുവരാത്തത്? അത് എക്സ്പെൻസീവ് ആണ്, പ്രീമിയം ടൈപ്പാണ്. അപ്പം അത് എത്രത്തോളം വയബിൾ ആണെന്ന് ഒന്ന് സ്റ്റഡി നടത്തി നോക്കണം. ശരി. ഒരു 12 ഔട്ട്ലെറ്റ് ഉണ്ട്. ശരി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മാവേലിക്കരയിലെ ബാറുടമ ഒന്ന് കാണാം. ഒരു ചേട്ടനും അതിനും കൂടെ വന്നിരിക്കുന്നത്. എത്ര രൂപ വരെ ഡിസ്കൗണ്ട് തരും ഇത് കണ്ടിട്ട് വരുന്നവർക്ക്? മദ്യത്തിലും ഫുഡിലും? മദ്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ്. ശരി. അത് വിട്ടു. അപ്പോൾ തന്നെ കൈ കഴിച്ചു. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണോ? ഞാൻ ഹോട്ടലിലുണ്ട്, കൊച്ചിയിലുണ്ട്, രണ്ടിടത്തോട്ട് മാറി നിൽക്കുന്നു. കൊച്ചിയിൽ നമുക്ക് മറ്റു ബിസിനസ്സിലുണ്ടോ? മറ്റു ബിസിനസ്സിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആണോ? അതെ. പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് മൂന്നാറിൽ. ഹോട്ടലാണ്? അതെ, പുതിയ ഹോട്ടൽ. ഏത് ഭാഗത്താണ്? ടൗണിൽ തന്നെ ആണോ? ശരി. അടുത്ത കൊല്ലത്തേക്ക് ഓപ്പണിംഗ് ആണ്. അത് ഇന്ദ്രപ്രസ്ഥ എന്നാണോ പേര്? അല്ല, തീരുമാനമായിട്ടില്ല. ഓക്കെ. ഇപ്പോഴും പറയൂല്ലോ, വേറെ ഡിസ്കൗണ്ട് ചോദിച്ചവിടെ ചെന്നാലും. അപ്പോൾ എന്തായാലും ഇത് എന്താണ്, കുറച്ച് പേരായിട്ടുള്ളൂ. നമ്മൾ വഴിതെറ്റി വന്ന 3 വണ്ടിക്കാരായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നമുക്കിനി പോകുന്ന വഴി പരിചയപ്പെടാം. അയ്യോ, ഒരാൾ കൂടെ കണ്ടില്ല, സോറി. തിരുവല്ല
തിരുവല്ലയാണ്. തിരുവല്ലയാണ്. ജോർജ് വർഗീസ് എന്നാണ് പേര്. ഞാൻ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യും. ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഡ്രില്ലിങ്ങിൽ അതിൻ്റെ ഒരു ഡ്രില്ലിംഗ് റിഗിൻ്റെ സൂപ്പർവൈസറാണ്. ശരി, എവിടെയാ സ്ഥലം? ഞാൻ 17 വർഷം ONGC ജോലി ചെയ്തു ഇന്ത്യയിൽ. അത് കഴിഞ്ഞ് 18 വർഷം കുവൈറ്റിൽ. ശരി. ഇപ്പം ലീവിലാണ്? ഇപ്പോൾ ലീവിലാണ്. കുടുംബമൊക്കെ നാട്ടിൽ തന്നെയാണ്? കുടുംബമല്ല നാട്ടിൽ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ജോലിക്ക് പോകുന്നു. മറ്റേ ഒരു മാസം അവിടെ, ഒരു മാസം നാട്ടിലൊക്കെ? 4 ആഴ്ച ജോലി, 4 ആഴ്ച അവധി. ഓക്കെ. അപ്പോൾ ഇനി 17 വേണ്ട 35 കണക്ക് കൂട്ടി അല്ലേ? സർവീസാണ്. വയസ്സ് അത്രയേ ഉള്ളൂ. ജനിച്ചപ്പോഴേ ജോലിക്ക് വന്നു തുടങ്ങി. പിന്നെ വിഘ്നേശാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളവരെ വഴിതെറ്റിപ്പോയവരെ പിന്നീട് പരിചയപ്പെടാം അല്ലേ? അവരെ വഴിതെറ്റിപ്പോയെന്ന് നമ്മൾ പറയുള്ളൂ. ഇതേ നമ്മളെ മുന്നിൽ കാണുന്ന വിളക്ക് മരങ്ങളുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല ഗോൾഡൻ നിറത്തിൽ അതിൻ്റെ നടുക്ക് മുഴുവൻ ലൈറ്റാണ് തൂക്കിയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രീറ്റിനെ ഭംഗിയാക്കുന്നതെന്നൊക്കെ കണ്ടാൽ മതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ കോന്തന്മാർ രാഷ്ട്രീയക്കാരുടെ മുഖം വെച്ചുള്ള പോസ്റ്റർ അടിച്ച് എല്ലായിടത്തും ഒട്ടിച്ച് അല്ല സിനിമാ പോസ്റ്ററും വെച്ച് വൃത്തികേടാക്കും. ഇതൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതുണ്ടോ. ലെഫ്റ്റ് സൈഡിൽ പോലും നിങ്ങൾ നോക്കിയാൽ അങ്ങനെ പോസ്റ്ററും അത്തരം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഷോപ്പുകളുടെയൊക്കെ ബോർഡൊക്കെ അല്ലാതെ ഒരുത്തൻ്റെയും പടവും ഇല്ല, ഒന്നുമില്ല. മറ്റേത് MB വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന് പൈസയാന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയല്ലേ സാധാരണ വയ്ക്കുന്നത്. ഇതൊന്നുമില്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് കണ്ടില്ല, നമ്മൾ ഗാസയിലൊക്കെ ചില സീൻ കാണില്ലേ, ബോംബ് സ്ഫോടനത്തോടെ തുടർന്ന് നാട് വിടുന്ന കുടുംബം എന്നൊക്കെ പറഞ്ഞ പോലെ പോകുന്നു. ഇതാണ് ഇവിടുത്തെ പിക്കപ്പ് ട്രക്കുകളുടെ ഒരു ഗുണം. ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ പോകാം എല്ലാവരും. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം ഉണ്ട്. വയസ്സായ അമ്മൂമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട വിളക്കുമരത്തിൻ്റെ വേറൊരു രൂപം. ഇവിടെ മീനാണ് കേട്ടോ. 2 മീനുകൾ ഇങ്ങനെ ഇരിക്കുന്നു. നടുവിൽ നല്ല ഗംഭീരമായ ഗാർഡൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ ഭംഗി. ഏതോ ഒരു സിറ്റിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാഞ്ചനപുരി എത്താൻ 10 മിനിറ്റേ ഉള്ളൂ. 4.8 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ നേരെ വാർ സെമിട്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മീനിൻ്റെ ഷേപ്പ് മാറി. അപ്പോൾ വിഘ്നേഷ് പറയായിരുന്നു, നേരത്തെ കണ്ടത് കരിമീനായിരുന്നു, ഇപ്പോൾ ആവോലിയുടെ ഷേപ്പായിട്ടുണ്ട് ഇപ്പോൾ പുതിയത്. അന്നേരം നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കളർ കോമ്പിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായി റെഡി ആയിട്ടുണ്ട്. അതെ, തായ്ലൻഡിലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരിക, എന്ത് മീനാണെന്നൊക്കെ. പിന്നെ നമ്മളിപ്പോൾ കാഞ്ചനപുരി ടൗണിലെത്തി. കാഞ്ചനപുരിയും അതുപോലെ നമ്മുടെ ഈ ചിയാങ് മായ് ഒക്കെ ഒരു ഇവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ കാണുന്നത്. അവിടുത്തെ ആ മുന്നിലൊരു ഇത് കണ്ടോ, വോക്ക് വേ പോലെ കാണുന്നതിൻ്റെ മുകളിലൊക്കെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ചിയാങ് മായ് എന്ന് പറയുന്നത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് തായ്ലൻഡാണ്. അവിടെ റൈറ്റ് സൈഡിൽ ഒരു ബസ് വരുന്നുണ്ട്, കാണാൻ പറ്റുമോ നോക്കിയോ. ഇതാ ഒരു നിറച്ച് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ഡബിൾ ഡെക്കർ ബസ്. സ്കാനിയ. ഞാനൊക്കെ ആദ്യ കാലത്ത് തായ്ലൻഡ് വരുമ്പോൾ ഇത് കണ്ട് സ്ഥിരമായി പടം എടുത്തു, അതിൻ്റെ മുന്നിൽ നിന്ന് പടം എടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കാഞ്ചനപുരിയിലെ വാർ സെമിട്രി. അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് തായ്ലൻഡ് ജപ്പാൻ്റെ കീഴിലായിക്കഴിഞ്ഞ്
ജപ്പാൻ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിച്ച് ഇവിടുത്തെ ഒരു റെയിൽവേ, മ്യാൻമാറിലേക്കുള്ളൊരു റെയിൽവേ ലൈൻ ഉണ്ടാക്കി യുദ്ധസാധനങ്ങൾ കൊണ്ടുപോകാൻ. ആ റെയിൽവേ പണിയുടെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും മരിച്ച 1,00,000 പേരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറേ പേരുടെയൊക്കെ ശവക്കല്ലറകളാണ് നമ്മളീ കാണുന്നത്. ഇതിൽ ജപ്പാൻ യുദ്ധത്തടവുകാരായിട്ട് കൊണ്ടുവന്ന പല രാജ്യങ്ങളിലെ ആൾക്കാരാണ്. അപ്പോൾ അമേരിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ പല രാജ്യം, ഇന്ത്യക്കാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള പലരും ഇവിടെ ഉണ്ട്. അപ്പം ഏറ്റവും മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സെമിട്രി എന്നാണ് പറയേണ്ടത്. അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. ആ എൻട്രൻസിൽ ഇതിലുള്ളിൽ കിടക്കുന്നവരുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഇന്ത്യക്കാരുടെ പേരൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വല്ലാത്ത അവസ്ഥയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്നൊരു സ്ഥലമാണെന്ന് പറയാം. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോലും അല്ല ഇവരാരും മരിച്ചത്. എല്ലാം വേറൊരു രാജ്യത്തിൻ്റെ യുദ്ധത്തടവുകാരായിട്ട് മലമ്പനി പിടിച്ചും പാമ്പ് കടിച്ചും റെയിൽവേ പാലം പണിയുന്നിടയ്ക്ക് ചെങ്കുത്തായ മലയിൽ നിന്ന് വീണും അങ്ങനെയൊക്കെ മരിച്ചവരാണ് ഇതിൽ കാണുന്ന എല്ലാവരും. നമുക്ക് പേരുകളൊക്കെ ഇപ്പോൾ ഇവിടെ കാണാം. ഇതാ ഇതിൽ ഇന്ത്യൻ പേരുകൾ. These soldiers died serving their country and the cause of freedom and they buried elsewhere in Thailand. Indian forces. The corps of Royal Indian Engineers, Lance Naik, Karam Khan, Sapper Khadir Khan, Madras Sappers and Miners, Lance Naik, ജ്ഞാനമുത്തി എല്ലാം കണ്ടോ. നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്ക് വേണ്ടി അല്ലാതെ ജപ്പാൻകാർക്ക് വേണ്ടി ആവശ്യമില്ലാതെ മരിക്കേണ്ടി വന്നവരാ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ത്യയിലും ആൻഡമാൻ ഉള്ള സ്ഥലങ്ങളൊക്കെ ജപ്പാൻകാരുടെ കയ്യിലായിരുന്നപ്പോൾ കുറേ പേരെ അവർ യുദ്ധ തടവുകാരാക്കി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. The land on which this cemetery stands is a gift of the Thai people for the perpetual resting place of the sailors, soldiers and airmen who are honoured here. ഞാൻ പറഞ്ഞല്ലോ ജപ്പാൻകാർക്ക് വേണ്ടിയാണ് മരിച്ചെങ്കിൽ ജപ്പാൻകാരെ അല്ല ഇതിൽ കാണുന്ന ആരും. സി പാർക്കർ 22 വയസ്സിൽ മരിച്ചു. അടുത്തത് PC ഗോൾഡ്, അത് 23 വയസ്സ്. CJ എംസ് 27 വയസ്സ്. E വില്യംസ് 24. A ഹാമിൽട്ടൺ 35. ഇവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ടുണ്ട്. കാരണം വെടികൊണ്ടൊന്നും മരിച്ചവരല്ല. അധികവും ഈ ഒരു റെയിൽവേയുടെ നിർമ്മാണത്തിനിടയ്ക്ക് പാറയിൽ നിന്ന് വീണും മലമ്പനി, പാമ്പ് കടിച്ച് അങ്ങനെയൊക്കെ മരിച്ചവരാണ്. വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. ഇത് വിജോ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. വിജോ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. നമ്മൾ മാതൃഭൂമി സൺഡേ സൗണ്ടിലൊക്കെ ഞാൻ വിജയെ പറ്റി എഴുതിയിട്ടുണ്ട്. പഴയൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റാണ്. ദി നേഷൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഓട്ടോമൊബൈലിൻ്റെ ആളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജനറൽ മോട്ടോഴ്സിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് കാടിനകത്ത് ഒരു റിസോർട്ട് നടത്തുകയാണ്. വിജയുടെ പപ്പയും മമ്മിയുടെ വന്നിട്ടുണ്ട്. അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. പപ്പ കുറേ കാലം ഇവിടെയായിരുന്നു. അങ്ങനെയാണ് ഇവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്നത്. നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആരെങ്കിലും കാഞ്ചനപുരി വരുന്നുണ്ടെങ്കിൽ വിജയുടെ കാട്ടിനുള്ളിലെ പാമ്പിനോടൊപ്പം ജീവിക്കണമെങ്കിൽ അവിടെ എന്നാൽ മതി. നമ്മൾ ആദ്യം ഇവിടെ ചെന്നപ്പോഴേ ഞാൻ കുറേ തടിപ്പെട്ടിയൊക്കെ ഇരിപ്പുണ്ട്. തടിപ്പെട്ടിയുടെയൊക്കെ മുകളിൽ നമ്മൾ സംസാരിക്കുക. എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വിജയ പാമ്പൊക്കെ എവിടെയാ? അതിന് മുകളിൽ നിങ്ങൾ ഇരിക്കുന്നതോ? ഞാൻ ചാടി എഴുന്നേറ്റ് ഓടിയതാ അന്നോട്. അതുകൂടാതെ വിജോ ബാങ്കോക്കിൽ വലിയ ഒരു എന്താ പറയുക, ഒരു 10-25 നില ഉള്ള ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുക. അതിനകത്ത് മുഴുവൻ പാമ്പായിരുന്നു. അവിടെ മറ്റേ എന്താണ് ബാൽക്കണിയിലൊക്കെ ഇതിനെ ഇട്ടിരിക്കുക. എന്നിട്ട് കുറേ എലിയൊക്കെ ഇട്ട് കൊടുത്ത് തിന്നാൻ വേണ്ടി. അങ്ങനെ ഒരു പാമ്പ് സ്നേഹി ഇവിടുത്തെ വാവ സുരേഷ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പം ജീവിതമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇപ്പം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സെൻ്ററാണ്. സസ്റ്റൈനബിലിറ്റി ആൻഡ് നേച്ചറാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അതിൽ ഉള്ള എഡ്യൂക്കേഷൻ. പിന്നെ ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാന വന്നു പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് കോറിഡോറാണ് അതിൻ്റെ മെയിൻ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി പേര് ലോകത്തിന് ചുറ്റും ഇപ്പോൾ US നിന്നും UK നിന്നും അങ്ങനെയുള്ള സ്വിറ്റ്സർലൻഡിൽ നിന്ന് അങ്ങനെ ഓരോ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. എങ്ങനെയായി കോൺസർവേഷൻ ചെയ്യുന്നത്, എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടൊരു ഹൗസ് സെറ്റപ്പ് ചെയ്യുന്നതെന്നുള്ള അർത്ഥം ചെയ്യുന്നുണ്ട് അവിടെ. നന്നായിട്ട് പോകുന്നു. അവിടെ ഏറ്റവും വലിയ ഗുണം മൊബൈലിന് റേഞ്ച് പോലും ഇല്ലെന്നുള്ളതാണ് അല്ലേ? ഇപ്പം എല്ലാം ഉണ്ട്. എപ്പോഴും റേഞ്ച് ആയോ? എന്തായാലും അങ്ങനെ മനസ്സുള്ളവർക്ക് പോയി നിൽക്കാൻ പറ്റുന്ന സ്ഥലം, അല്ലാതെ ഒരു സാധാരണ റിസോർട്ടിൻ്റെ സെറ്റപ്പ് ഒന്നുമല്ല. പ്രകൃതിയോട് അങ്ങേയറ്റം ചേർന്നുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞാണോ വന്നപ്പോൾ നമ്മൾ ചെയ്തത് അല്ലേ? അപ്പോൾ അങ്ങനെ വിജയുടെ റിസോർട്ടിനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങൾക്ക് ഇനി കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ താങ്ക് യു. ആ എല്ലാ ഫോറിനേഴ്സും അവിടെ വന്നാ കുളിക്കാൻ വരുന്നത്. കുളിക്കാൻ പറ്റത്തല്ലോ അല്ലേ? ആണല്ലേ ആണല്ലേ.
ഇവരിപ്പോൾ താമസിക്കുന്ന വിജയുടെ റിസോർട്ട് തൊട്ടടുത്തൊരു വീടുണ്ട് വിജയ്ക്ക്. അവിടെയാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടത്. അന്ന് അവിടെ 3-4 വോളണ്ടിയേഴ്സൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വിജയുടെ വണ്ടി. വിജയുടെ കാട്ടിലോടുന്ന വണ്ടി എന്ന് പറയേണ്ടത്. പിന്നെ സൈഡിൽ വിജയുടെ അതാണ് അവർലാൻഡ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. അവർലാൻഡ് കൺസർവേഷൻ, നേച്ചർ എഡ്യൂക്കേഷൻ, വൈൽഡ് ലൈഫ് റെസ്ക്യൂ തുടങ്ങിയ പരിപാടികളൊക്കെയാണ്. ഇത് വരുമ്പോഴാണ് ഇത് ബാബ സുരേഷായിട്ട് മാറുന്നത്. വൈൽഡ് ലൈഫ് റെസ്ക്യൂ. നമ്മളാ പോകുന്ന വണ്ടിയുണ്ട്, പഴയ ബെൻസ്. പുക തള്ളി പോവാണ്. കാഞ്ചനപുരി എറവാൻ റൂട്ടിലോടുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായിലേക്ക് തിരിഞ്ഞു. അവിടെ നിന്നാണ് നമ്മളിനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ലഞ്ച് ഓൺ ദ റിവർ ക്വായാണ്. എനിക്ക് തായ്ലൻഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഒരു കഥയുമാണ് ഈ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായിട്ട് ബന്ധപ്പെട്ടത്. അനേക ലക്ഷം ആൾക്കാരുടെ കണ്ണുനീരും ഒക്കെ അതിനകത്തുണ്ട് ആ കഥയിൽ. പിന്നെ ലോകപ്രശസ്തമായ സിനിമയ്ക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം, അങ്ങനെ കുറേ പ്രത്യേകതയുണ്ട്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഹൈ റേഞ്ചസ് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഒരു ഹൈ റേഞ്ചിൻ്റെതായ കെട്ടും മട്ടുമാണ് എല്ലായിടത്തും. കാടും മലകളും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു രസം വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡെത്ത് റെയിൽവേയുടെ പാലത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ബ്രിഡ്ജ് ഓവർ ദ റിവർ ക്വായി. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ മുഴുവൻ ഈ ഫുഡ്, ഡ്രിങ്ക്സ് സ്ഥലങ്ങളൊക്കെയാണ്. നല്ല ഇറച്ചി മൊരിയുന്ന മണമൊക്കെ വരുന്നുണ്ട്, വിശക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇതിലൂടെ കണ്ടിട്ട് ആഹാരം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രസിദ്ധമായ പാലം. 1945 ബോംബിട്ട് തകർക്കപ്പെട്ട ബ്രിഡ്ജ് ഓവർ ദ റിവർ ക്വായി. ഇതുവഴിയാണ് ടൂറിസ്റ്റിന് ഇപ്പോൾ ഓടുന്നത്. കുറച്ച് ദൂരം ഓടും. അതിലും മ്യാൻമാറിലേക്കുള്ള പാത ഇപ്പോൾ ഓപ്പണല്ല, പകുതി വെച്ച് അവസാനിക്കും. About the story and the member of the labor, the prisoner of war, how many died? 2 ലക്ഷം ഏഷ്യൻ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നതിൽ 80,000 പേര് മരിച്ചു. ബ്രിട്ടീഷുകാർ 30,000 ഉണ്ടായതിൽ 6,540 മരിച്ചു. ഡച്ചുകാർ 18,000 ഉണ്ടായത് 2,830 മരിച്ചു. ഓസ്ട്രേലിയൻ 13,000 ഉണ്ടായിരുന്നത് 2,710 മരിച്ചു. അമേരിക്കൻ 700 ഉണ്ടായിരുന്നത് 356. ജാപ്പനീസും കുറേയും കൂടെ 15,000. ഇന്ത്യക്കാരുടെ പേര് പറയുന്നില്ല, ഇന്ത്യക്കാർക്കൊരു വിലയില്ലേ. ഇന്ത്യൻസും മരിച്ചല്ലോ. ഏഷ്യൻസും മൊത്തത്തിൽ പറയായിരുന്നു. അവിടെ മ്യാൻമാറിലേക്കുള്ള ഈ ഒരു പാതയാണ് അവർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കാണുന്നതാണ് റിവർ ക്വായി. ഇത് പാലവും. ഇപ്പോൾ എല്ലാം പുനർനിർമ്മിച്ച് നല്ല സ്റ്റൈലും പാലമാക്കി. പിന്നെ താഴെയൊക്കെ ഈവനിങ്ങിൽ നല്ല രസമാണ്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവും. വൈകുന്നേരങ്ങളിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവും. ഈ ക്വായ് നദിയുടെ കരയുള്ള റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. ഇതുവഴി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദിവസത്തിൽ 2 ട്രെയിനോ മറ്റോ ഉള്ളൂ ഇപ്പോൾ. അത് പോകുന്ന സമയത്ത് മാത്രം നമ്മൾ സൈഡിലേക്ക് മാറിയിരുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് പാലത്തിൽ കൂടെയൊക്കെ നടന്നൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, ഷൂട്ട് ചെയ്യാം, എന്തും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ റിവർ ക്വായ് ബ്രിഡ്ജിൻ്റെ താഴെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഏറ്റവും നല്ല വ്യൂ പാലത്തിൻ്റെ കിട്ടുന്ന ഇവിടുന്നാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എവിടേക്കോ ഇരിക്കുന്നുണ്ട്. Four seafood fried rice. Four. Seafood fried rice. 4. Then you have this deep fried duck. 1. You want small, big, or medium? Medium.
ഒരു ഫുൾ ഡക്കാണോ അത്? അല്ലല്ല ഇത്ര ആ മീഡിയം 4 1 deep fried duck 2 നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തൊരു സാധനം കണ്ടോ, ഇത് താറാവ് ഫ്രൈ ആണ്. നമ്മുടെ നാട്ടിൽ താറാവിൻ്റെ ഫ്രൈ ഇങ്ങനെ കാണാറില്ല. അതിൻ്റെ എന്തായിരുന്നു, താറാവ് മപ്പാസ് അല്ലേ, ഡക്ക് റോസ്റ്റൊക്കെയാണ്. പക്ഷേ ഇത് നല്ല ഫ്രൈ, ചിക്കൻ ഫ്രൈ എന്ന പോലെ അധികം കാണാത്ത സാധനമാണ്. അത് നമ്മളിവിടെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സീ ഫുഡ് ഫ്രൈഡ് റൈസ്, അതിനകത്ത് സ്ക്വിഡ്, പ്രോൺസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ സ്ഥിരം സാധനം ഇവിടുത്തെ. അപ്പോൾ ഇനി ഇവിടെ 2-3 ഭീകരന്മാർ ഓർഡർ ചെയ്തൊരു സാധനമാണ് ഈ കാണുന്നത്. ഇതെന്തായിരുന്നു, പോർക്ക് ലെഗാണോ? ഇത് എന്ത് പോർക്കാണ് ഇത്രയും വലിയ ലെഗ് ഉള്ളത്? ആണോ, കൊള്ളാലോ. അപ്പോൾ ഇതിൻ്റെ മുറിക്കലാണ് ഇത് നടക്കാൻ പോകുന്നത്, അതിൻ്റെ ചടങ്ങാണോ? ടു ദ പോർക്ക് ആണോ? എന്നാ മുറിച്ചൊന്ന് കാണട്ടെ. ഇത് ഭയങ്കര മനക്കെട്ടിയുള്ളതൊക്കെ ഇത് കഴിക്കാൻ പറ്റും, അത്ര വലുതാണ്, ഭയങ്കര ഈസി അല്ലേ. ഈ തായ്ലൻഡിലെ ഇറച്ചിയുടെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കാഴ്ചകളൊക്കെ ഭയങ്കര ഫ്രൈ എന്ന് തോന്നുമെങ്കിലും ഇവർ നന്നായിട്ട് വേവിച്ചിട്ടാണ് തോന്നുന്നത് ഫ്രൈ ചെയ്യുന്നത്. അടിപൊളി. അപ്പോൾ ഡക്കിൻ്റെയും അതുപോലെ തന്നെ പോർക്കിൻ്റെയും ഇത്തരം കിടിലം ഫ്രൈ ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ എൻജോയ് കേട്ടോ. പക്ഷെ അത് കാലാന്ന് എനിക്ക് തോന്നുന്നില്ല, പോർക്കിൻ്റെ ബാക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രിഡ്ജ് ഓവർ ദ റിവർ ക്വായിലൂടെയുള്ള ട്രെയിൻ ഇങ്ങോട്ട് വരികയാണ്, ടൂറിസ്റ്റ് ട്രെയിൻ. അതായത് അവിടെ മല മടക്കുകളിലുള്ള യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ അവസാന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആളുകളെല്ലാം പാലത്തിൽ നിന്ന് തിരിച്ച് ഇറങ്ങി പോരുകയാണ്. ട്രെയിൻ വളരെ പതുക്കെയാണ് വരുന്നത്, 2:35 വരുമെന്ന് പറഞ്ഞ ട്രെയിനാണ്. ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെ വളരെ കാര്യക്ഷമമായ ഒരു റെയിൽവേ ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും വരുന്നു. ആർക്കും ഒരു പരിക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ വരുന്നത്. 2 സൈഡിലും ആൾക്കാരെ ഒന്ന് കാണുന്നുണ്ട്, അതുകൊണ്ട് ആരെയും തട്ടാതെ മുട്ടാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാമിനെ കണ്ടപ്പോൾ മാത്രം ഒരു ഹോൺ അടിച്ചു. ഇന്ത്യക്കാരനായതുകൊണ്ട് ചിലപ്പോൾ ട്രാക്കിൽ കയറുമ്പോൾ ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോഴും ഡീസലാട്ടോ, മറ്റൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു, ഇലക്ട്രിക് ഒന്നും ആയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വന്ദേ ഭാരത് വരെയൊക്കെ എത്തി കേട്ടോ, മോശമില്ല. ഒന്ന് വന്ന് നോക്കിക്കോ, പിന്നെ സൈഡ് വല്ലതും തട്ടാതിരിക്കുക. ഇത് പക്ഷേ കൊച്ചിയിലെ സിറ്റി ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറാണെന്ന് തോന്നുന്നു, ഹോൺ അടിക്കുന്നുണ്ട്, നീട്ടി അടിച്ചോണ്ടിരിക്കുക. ഒരു ഭയങ്കര സാധനമല്ലേ വരുന്നത്. നാംടോക്ക് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഇത് പോകുന്നത്. ടോൺപുരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നാംടോക്കിലാണ് ഇതിൻ്റെ യാത്ര അവസാനിക്കുന്നത്. അവിടെ നിന്നോട്ട് അങ്ങോട്ട് മ്യാൻമാറിലേക്കുള്ള പാളം മുഴുവൻ ഇപ്പോൾ കാട് കയറിയൊക്കെ പോയി, ഒന്നുമില്ല ഇപ്പോൾ അവിടെ. അതുകൊണ്ട് തന്നെ നാംടോക്ക് വരെ പോയിട്ട് അവസാനിക്കുകയാണ്. ഇതെല്ലാം എന്താ പറയുക, ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുന്നവരാണ്, ഉള്ളിലിരിക്കുന്നവരൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞു. ഞാൻ 2004 ആദ്യമായിട്ട് ഇവിടെ ഈ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായിൽ വരുന്നത്. അന്നൊന്നും തായ്ലൻഡ് ഒരു സ്ഥിരം ഡെസ്റ്റിനേഷൻ ഒന്നും ആയിട്ടില്ലായിരുന്നു, 20 വർഷമായല്ലോ. അന്ന് ഈ ഒരു റെയിൽവേ പറ്റി അറിയാവുന്നവർ വളരെ കുറവായിരുന്നു വെളിയിലൊക്കെ. അതെന്ന് വെച്ചാൽ ഇന്ത്യയിലൊക്കെ ഞാൻ പറഞ്ഞത്. അന്ന് ഞാനിവിടെ വന്നത് കണ്ടുപിടിച്ച് ഞാനന്ന് എൻ്റെ മാഗസിനിൽ ടോപ്പ് ഗിയറിൽ വലിയൊരു ഫീച്ചറായിട്ട് എഴുതിയിട്ട് കുറേ പേര് അത് വായിച്ചിവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ യാത്രകളുടെ ആദ്യത്തെ പുസ്തകത്തിലും ഈ ഉല്ലാസയാത്രകളും എൻ്റെ പുസ്തകത്തിലും ഞാൻ 2004 ഇതിനെപ്പറ്റി എഴുതുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ സിനിമ ഷൂട്ട് ചെയ്ത ശ്രീലങ്കയിലെ കിതുകലയിലൊക്കെ പോയത്. ഒരു സിനിമയ്ക്ക് പിന്നാലെ എന്നാണ് എൻ്റെ ആ ലേഖനത്തിൻ്റെ പുസ്തകത്തിലെ പേര് തന്നെ. ആ ഒരു സിനിമയ്ക്ക് പിന്നാലെയുള്ള കഥകൾ അന്വേഷിച്ചുള്ളൊരു യാത്രയായിരുന്നത്. എന്തായാലും വീണ്ടും പലതവണ, ഞാനിപ്പോൾ ഒരു 10 പ്രാവശ്യം ഇവിടെ വന്നു കാണും, പലതവണ വീണ്ടും എന്നെ ഇവിടെ ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കൂടിയിട്ട് നമുക്കിനി നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം.
ഈ കിടക്കുന്ന ഇവിടുത്തെ ഒരു വാമ്യൂസിയാണ്. വാമ്യൂസി കാണുന്ന ഈ ട്രെയിൻ ജപ്പാൻകാർ ഇവിടെ ഈ നമ്മളിപ്പോൾ കണ്ട ബ്രിഡ്ജിലൂടെ ഓടിച്ചിരുന്ന ട്രെയിൻ തന്നെയാണിത്. ഒറിജിനൽ ട്രെയിനാണ്. അതാണ് ഇവിടെ കിടക്കുന്നത്. അതായത് 45 കാലത്തൊക്കെ ഓടിയിരുന്ന ട്രെയിനാണിത്. മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ തായ്ലൻഡിൻ്റെ ഗ്രാമങ്ങളിലൂടെ കൃഷിഭൂമികളിലൂടെ സഞ്ചരിക്കുകയാണ്. തായ്ലൻഡിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇവിടെയുള്ള ഈ കാഞ്ചനപുരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം. എത്ര മനോഹരമായ കൃഷിയിടങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മലനിരകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ ഈ വഴി കൂടെ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. മറ്റൊരു തമാശ, നമ്മൾ റിവർ ക്വായ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറിയാൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റിസോർട്ടിലെത്താം. കാരണം റിവർ ക്വായുടെ നദിയുടെ സൈഡിലാണത്. പക്ഷേ നമ്മൾ റോഡിൽ കൂടെ പോകാൻ തീരുമാനിച്ചുകൊണ്ട് 88 കിലോമീറ്റർ സഞ്ചരിച്ച് 1.5 മണിക്കൂറാണ് എത്താൻ പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം റോഡിൽ കൂടെ പോകണം, 15 മിനിറ്റ് നദി കൂടെ പോകേണ്ട ദൂരത്തിലേക്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺവോയ് ആയിട്ട് നമ്മുടെ മറ്റ് വാഹനങ്ങളെല്ലാം തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാടിനുള്ളിൽ കൂടിയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിലും കുറേ കൂടി ഡീപ്പായിട്ടുള്ള കാട്ടിലൂടെ ആണിപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതിമനോഹരമായ കാട്. നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെയുള്ള റോഡുകളെ ഓർപ്പിക്കുന്ന റോഡാണ്. 2 സൈഡിലും മുളം കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്ക് ഇനിയിപ്പോൾ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് റിവർ ക്വായുടെ സൈഡിലുള്ള ഒരു റിസോർട്ടാണ്. അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിസാഹസികമായിട്ട് ശ്യാം വാഹനത്തിൻ്റെ ബാക്കിലിരുന്ന് ഷൂട്ട് ചെയ്യാണ്. ഇവിടെ കണ്ടിട്ട് പുലിയും ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം രണ്ടുപേരും നടന്നു പോകുന്നു. പുലി ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ വന്നത്, അപ്പോഴാണ് ചുമ്മാ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കണ്ടത്. അപ്പോൾ പുലി ഇല്ലാന്ന് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആ വണ്ടിയിൽ കൊണ്ടുവന്നു. നമ്മൾ ലോബിയിലേക്ക് നടക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മസായിമാരയിലൊക്കെ നമ്മൾ താമസിച്ച ഫോറസ്റ്റ് ലോഡ്ജുകളെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടിലാണിത്. അതായത് പച്ചപ്പ്, ഭംഗിയുള്ള ബിൽഡിങ്സ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആംബിയൻസ്, തകർപ്പൻ സാധനമാണ്.